ഫസ്റ്റ് തിങ് നമ്മൾ പറയുന്നത് എന്താണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കുറേ കാര്യങ്ങൾ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ പ്ലസ് ടുവിലും അല്ലെങ്കിൽ അതിൻ്റെ ലോവർ ക്ലാസ്സസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ളത്. അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഇവിടെ ഒരു കറണ്ട് ഒരു ലൂപ്പാണ്, കണ്ടക്റ്റിംഗ് വയർ കൊണ്ടുള്ള ലൂപ്പ്. ഇവിടെ ഒരു ഗാൽവനോമീറ്റർ, ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്. ഈ മാഗ്നറ്റ് നമ്മളിങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ടുവാർഡ്സ് ദ എന്താ പറയുന്നത്, ടുവാർഡ്സ് ദ ലൂപ്പ് അല്ലെങ്കിൽ അവേ ഫ്രം ദ ലൂപ്പ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ടുവാർഡ്സ് ദ ലൂപ്പാണ്. അല്ലെങ്കിൽ നമ്മൾ അവേ ഫ്രം ദ ലൂപ്പ് മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇതിനകത്തൊരു കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് കൊണ്ടാണ് കറണ്ട് ഉണ്ടാവുന്നത്. ദിസ് പ്രൊഡക്ഷൻ ഓഫ് എൻ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാലും അത് ആക്ച്വലി ഒരു വോൾട്ടേജ് ആണ്. ഓക്കെ, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF വോൾട്ടേജ് ഇതിനകത്ത് ഇലക്ട്രിക് കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യും. ദിസ് വാസ് ഡിസ്കവേർഡ് ബൈ ഫാരഡേ. അപ്പോൾ അതിൻ്റെ പല എക്സ്പെരിമെൻറ്റ്സൊക്കെ നിങ്ങൾ ഓൾറെഡി നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇഫ് യു മൂവ് എ മാഗ്നറ്റ് ടുവാർഡ്സ് ദി കറണ്ട് ലൂപ്പ്, ഐ മീൻ ദ ലൂപ്പ്, conducting loop, away from the conducting loop, this galvanometer will show a deflection. Galvanometer a deflection ഉണ്ടാവും. That shows that there is a current induced. Current ഉണ്ടാവുന്നത് ഒരു വോൾട്ടേജ് കൊണ്ടാണ്. And it is called electromotive force. നമ്മൾ electromotive force എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം അത് ഫാരഡേ ആണ് ഇത് കണ്ടുപിടിച്ചത്. And he formulated law for this electromagnetic induction. Electromagnetic induction ഒരു ലോ അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്തു. അപ്പം അതും നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം എന്ന് പറയുന്നതാണ് EMF induced in a loop when magnetic flux through the loop changes, that is given by minus d phi by dt എന്ന് പറഞ്ഞാൽ the rate of change of flux. Okay, it's called the rate of change of flux. അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് വേർഡ്സിൽ പറയുകയാണെങ്കിൽ എനി ഇഫ് യു കൺസിഡർ എനി ക്ലോസ്ഡ് സ്റ്റേഷനറി പാത്ത് ഇൻ സ്പേസ്, എ കണ്ടക്ടിങ് വയർ ലൂപ്പ്. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ കണ്ടക്ടിങ് വയർ ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ EMF is induced in the path or in the wire loop, which is equal to the negative time rate of change of magnetic flux through that. A negative time rate of change of magnetic flux. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ മാഗ്നറ്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് അതനുസരിച്ച് കൂടും. സ്ലോ ആയിട്ട് വരുന്നെങ്കിൽ പറയും. അപ്പോൾ അത് നെഗറ്റീവ് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, നമ്മൾ കുറച്ച് പോൾ സ്ട്രെങ്ത് കൂടുതലുള്ള മാഗ്നറ്റ് ആണ് ഉപയോഗിക്കുന്നെങ്കിൽ, അല്ലെ മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലാണെങ്കിൽ, കൂടുതൽ ഫ്ലക്സ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഇൻഡ്യൂസ്ഡ് EMFും ഇൻഡ്യൂസ്ഡ് കറണ്ടും കൂടുതലായിരിക്കും. സോ എപ്സിലോൺ ഈക്വൽ ടു മൈനസ് d phi by dt. നെഗറ്റീവ് സൈൻ എന്തിനെ കാണിക്കുന്നത്? ദാറ്റ് ഈസ് ആക്ച്വലി എന്താ പറയുന്നത്, ലെൻസസ് ലോ എന്ന് പറയും. ഓക്കെ, അതിൻ്റെ ഡയറക്ഷൻ, നമ്മൾ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ അതിനെ കാണിക്കുന്നതാണ്. ദ ഡയറക്ഷൻ ഓഫ് ദ വോൾട്ടേജ് ഓർ കറന്റ് ഇൻഡ്യൂസ്ഡ്. ഇതെന്തായിരിക്കും? കണ്ടക്ടർ ദാറ്റ് വിൽ ബി by a changing magnetic field is such that the magnetic field created by the induced current, നമ്മൾ ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? that opposes the initial changing magnetic field which produced it. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. നമ്മളുടെ ഇൻഡ്യൂസ്ഡ് ഫീൽഡ് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് കറന്റ്, അതുകൊണ്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. Okay, that will produce a magnetic field that opposes the initial change in magnetic field which produced it. അപ്പോൾ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറന്റ്
അതുണ്ടായത് എങ്ങനെയാണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച് കൊണ്ടാണ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജിന് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടായത്. അതുകൊണ്ടുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഇൻഡ്യൂസ്ഡ് കറണ്ട് കൊണ്ടുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇതിനെ ഒപ്പോസ് ചെയ്യും. നേരത്തെ ഉണ്ടായിരുന്ന ആ ചേഞ്ച് മാഗ്നറ്റിക് ഫീൽഡിനെ അത് ഒപ്പോസ് ചെയ്യും. ഓക്കെ, അതാണ് ലെൻസസ് ലോ പറയുന്നത്. അപ്പോൾ ലെൻസസ് ലോ കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എപ്സിലോൺ ഈക്വൽ ടു മൈനസ് d∅/dt എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ ഫാരഡേസ് ലോ. ഫാരഡേസ് ലോ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് induces a voltage EMF and due to which a current in a loop. ഒരു ലൂപ്പിനകത്ത്, ഒരു കണ്ടക്ടിങ് വയർ ലൂപ്പിനകത്ത് ഇൻഡ്യൂസ് ചെയ്യും. And that is given by minus d∅/dt. Okay. We changing magnetic field produces a dynamic electric field. എന്താ പറയുന്നത്, ഈ ഇ എം എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഒരു ഫീൽഡ് ഉണ്ടാവും, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, ആ ഫീൽഡ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് അല്ല. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഫീൽഡ് അല്ലാതെ ദിസ് ഈസ് ആക്ച്വലി ഡൈനാമിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ഫീൽഡ് എന്നൊക്കെ നമ്മൾ ഇതിനെ പറയും. സോ ദ മാഗ്നറ്റിക് ഫീൽഡ്, ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസസ് എ dynamic electric field that makes the charges to flow through the path. ഓക്കെ, അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇത് നമ്മൾ പഠിച്ച ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് അല്ല, ഇതൊരു തരം ഡൈനാമിക് ആയിട്ടുള്ള വേറൊരു തരത്തിലുള്ള ഫീൽഡാണ്. ഓക്കെ, നമ്മൾ കൃത്യമായിട്ട് കാണും. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിന്റെ കേസിൽ ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് 0 ആണ്, നമുക്കറിയാം. ഓക്കെ, ഡെൽ ക്രോസ് ഇ ഈസ് 0 ഫോർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബട്ട് ഹിയർ വി വിൽ സീ for this dynamic electric field due to the induced voltage or induced current, അല്ലെങ്കിൽ the electric field associated with this electromotive force, that is actually different from the electrostatic field. Electrostatic field ആയിട്ട് different ആണ്. This is not del cross E not equal to 0 in the case of this dynamic electric field. അത് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കാണും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എപ്സിലോൺ ഈക്വൽ ടു മൈനസ് d∅/dt എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഫാരഡേസ് ലോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. ഒരു കണ്ടക്ടിങ് ലൂപ്പിൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ആ വോൾട്ടേജ് കൊണ്ട് കറണ്ട് ഉണ്ടാവും. അതാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. സോ എപ്സിലോൺ ഈസ് ഈക്വൽ ടു മൈനസ് d∅/dt. ഓക്കെ, പിന്നെ നമ്മൾ ഇതിന്റെ ഇന്റഗ്രൽ ആൻഡ് ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഫാരഡേസ് ലോ ആണ് നമുക്ക് അടുത്തതായിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മളൊരു ലൂപ്പ് കൺസിഡർ ചെയ്യാണ്. ദിസ് ഇസ് എ കണ്ടക്ടിങ് വയർ ലൂപ്പ്. ഓക്കെ, ഇൻ സ്പേസിൽ നമ്മൾ കണ്ടക്ടിങ് വയർ ലൂപ്പ് കൺസിഡർ ചെയ്യുന്നു. ഇതിനകത്തോടെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഫ്ലക്സ് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫ്ലക്സ് ഇതിനകത്തോടെ പാസ് ചെയ്യുന്നു. അപ്പോൾ annotation കാണാറിലൂടെ അറിയില്ല annotation. Anyway, അപ്പോൾ ഇതിനകത്തോടെ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇതിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ വയർ ലൂപ്പ് ഇരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ്. അതിനകത്തോടെ ഫ്ലക്സ് പാസ് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫ്ലക്സ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് ഇവിടെ ഇത് നമ്മുടെ ഫാരഡേസ് ലോ ആണെന്ന് നമുക്കറിയാം.
ഇതിനകത്ത് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഈ എപ്സിലോൺ എന്ന് പറയുന്നത് നമ്മുടെ ഇ എം എഫ് എന്ന് പറയുന്നത് നമുക്ക് എന്താ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ഗിവൺ ബൈ ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് ഫീൽഡ് അറൌണ്ട് ദ ക്ലോസ്ഡ് പാത്ത്. അപ്പോൾ ഈ ക്ലോസ്ഡ് പാത്തിൽ ഇങ്ങനൊരു പാത്ത്, ഇതൊരു കണ്ടക്ടിങ് വയർ ലൂപ്പാണ്. ഓക്കെ, ഇത് നിൽക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. ഈ കണ്ടക്ടിങ് വയർ ലൂപ്പ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നു. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ചേഞ്ച്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഫ്ലക്സ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണിത്. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഈസ് ഗിവൺ ബൈ ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് അറൌണ്ട് ദ ക്ലോസ്ഡ് പാത്ത്. അപ്പൊ ഈ ഇ എം എഫ് അല്ലെങ്കിൽ ഈ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നത് ഇതിനകത്തൊരു ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസ് കൊണ്ടാണ്. ഇതിനകത്തൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അതുകൊണ്ടാണ് ഒരു ഇ എം എഫ് ഉണ്ടാകുന്നതും ഈ ചാർജസ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ചാർജസ് ഫ്ലോ ചെയ്യണമെങ്കിൽ അതുപോലെ ഫോഴ്സ് ആക്ട് ചെയ്യണം. ആ ഫോഴ്സ് വരാന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുള്ള ഫോഴ്സാണ്. ഓക്കെ, അപ്പോൾ ആ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഇതിനകത്തുണ്ട്, അതുകൊണ്ടാണ് ഇ എം എഫ് ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് ആ കറണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് എന്താ പറയുന്നത് എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ എഴുതാം. എപ്സിലോൺ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ഇ എം എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഇന്റഗ്രൽ എടുത്തിരിക്കുന്നു, ലൈൻ ഇന്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എൽ. ഓക്കെ, ലൈൻ ഇന്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എൽ. ഈ എന്ന് പറയുന്നത്, ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ദിസ് ഈസ് ദ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. നമ്മുടെ സാധാരണ ഇലക്ട്രിക് ഫീൽഡ് അല്ല, നമ്മൾ സ്റ്റാറ്റിക് ചാർജസ് കൊണ്ട് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ച സ്റ്റാറ്റിക് ചാർജസ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ല ഇത്. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഈ കണ്ടക്ടിങ് വയർ ലൂപ്പിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് ഇ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്സിലോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് ഇ ഡോട്ട് ഡി എൽ. എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? വർക്ക് ഡൺ ആയിരിക്കും, നമുക്കറിയാം അല്ലേ? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് വർക്ക് ഡൺ എന്താണ്? ഫോർ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഇവിടെ നമുക്കൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ക്യു ഇ ഇതാണ് നമുക്ക് പറയാം എന്താ വരുന്നത്? ഫോഴ്സ് ആയിട്ട് വരുന്നത്. ഈ ക്യൂ എന്നുള്ളത് 1 കൂളംബ് ആണെങ്കിൽ ഇത് എന്തായിട്ട് മാറും? ഈ ക്യു ഇ എന്നുള്ളത് എന്തായിട്ട് മാറും? ഇ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ശരിക്കും പറയുന്നത് ഫോഴ്സ് ആണ്. ഡോട്ട് ഡി എൽ ലൈൻ ഇന്റഗ്രൽ ഓഫ് ഫോഴ്സ്. സോ ദാറ്റ് വിൽ ബി ദ വർക്ക് ഡൺ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എന്താ പറയുന്നത്? ഇ എം എഫ്. ഈ കേസിൽ ഇ എം എഫ്. സോ ഇ എം എഫ് ഈസ് ഈക്വൽ ടു ലൈൻ ഇന്റഗ്രൽ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. ആന്റി ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ സർഫസ് ബി ഡോട്ട് ഡി എ. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫ്ലക്സ് ത്രൂ മാഗ്നറ്റിക് ഫ്ലക്സ് ആണെങ്കിൽ ബി ഡോട്ട് ഡി എ. ഇലക്ട്രിക് ഫ്ലക്സ് ആണെങ്കിലോ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഫ്ലക്സ് ആണെങ്കിലോ അപ്പോൾ അവിടെ ഇ ഡോട്ട് ഡി എന്ന് വരും. ഓക്കെ, ഇത് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുള്ള ഫ്ലക്സ് ആണ്. നേരത്തെ പറഞ്ഞു നമ്മളുടെ ഈ കണ്ടക്ടിങ് വയർ ലൂപ്പ് ദാറ്റ് ഈസ് ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ് വേർ ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ചേഞ്ച്. അപ്പോൾ ഇവിടെ ഫ്ലക്സ് ത്രൂ ദ ക്ലോസ്ഡ് പാത്ത് ദാറ്റ് ഈസ് ഗിവൺ ബൈ ബി ഡോട്ട് ഡി എ. ഇതിനകത്തോടെ ഫ്ലക്സ് ഉണ്ട്, ഇതിനകത്തോടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡ്യൂ ടു ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ പാസിംഗ് ത്രൂ ഇറ്റ്. അപ്പോൾ അതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതിന്റെ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ സർഫസ് ബി ഡോട്ട് ഡി എ. സർഫസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ സർഫസ്. ഓക്കെ, ഇതിന് ക്ലോസ് ചെയ്യുന്ന ഈ സർഫസ് ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലക്സ് എന്നുള്ളത് ഇങ്ങനെ എഴുതാം, ഇന്റഗ്രൽ സർഫസ് ബി ഡോട്ട് ഡി എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഫാരഡേസ് ലോ ഇത് ഇവിടെ എടുക്കുകയാണ്. എപ്സിലോൺ എന്താണെന്ന് കണ്ടുപിടിച്ചു, ഫൈ എന്താണെന്ന് കണ്ടുപിടിച്ചു. അല്ല, എപ്സിലോൺ എന്താണെന്ന് മനസ്സിലായി, ഫൈ എന്താണെന്ന് മനസ്സിലായി. This is integral E dot dl. Epsilon is integral E dot dl. Phi പകരം കൊടുക്കുന്ന നമ്മൾ ഇന്റഗ്രൽ സർഫസ് ബി ഡോട്ട് ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ അല്ലേ?
that is minus d by dt, that surface v dot dA. Now, if the closed path is kept stationary, നമ്മുടെ ക്ലോസ്ഡ് പാത്ത് നമ്മൾ സ്റ്റേഷനറി ആയിട്ട് സ്പേസിൽ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഈ സർഫസ് ഇവിടെ ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, ഈ സർഫസ് ഫിക്സ്ഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡി ബൈ ഡി ടിനെ അതിനുള്ളിലോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ആൻഡ് ദിസ് വിൽ ബിക്കം പാർഷ്യൽ ഡെറിവേറ്റീവ്. ഇത് ഫിക്സ്ഡ് ആണ്, ഈ ഡി എന്നുള്ളതൊക്കെ ഫിക്സ്ഡ് ആയതുകൊണ്ട്, ഇത് സർഫസ് ഫിക്സ്ഡ് ആയതുകൊണ്ട് ഈ ടൈം ഡെറിവേറ്റീവ്, ഇവിടുത്തെ ടൈം ഡെറിവേറ്റീവ് ഇതിനെ ബാധിക്കില്ല, ബിക്കോസ് ഓഫ് ഫിക്സ്ഡ് ആണ്. ഓക്കെ, ആ സർഫസ് ഫിക്സ്ഡ് ആയതുകൊണ്ട് അപ്പോൾ നമ്മളിവിടെ ഇതിന് ഡോ ബൈ ഡോ ടി എഴുതാണ്. ഓക്കെ, മൈനസ് സർഫസ് ഡോ ബൈ ഡോ ടി ഓഫ് ദ ഫീൽഡ്, ബിക്കോസ് ഫീൽഡാണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഫീൽഡ് മാത്രമാണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്, നമ്മുടെ വയർ ലൂപ്പ് ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡി ബൈ ഡി ടി എന്നുള്ളത് ദിസ് ഡി ബൈ ഡി ടി ഇവിടെ നമുക്ക് ഡോ ബൈ ഡോ ടി എന്ന് പ്രകടമാണ്. ഓക്കെ, നൗ ബൈ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലെഫ്റ്റില് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ എസ്. ഇത് സർഫസ് ഇന്റഗ്രൽ ആണ് കേട്ടോ, ഇത് സർഫസ് ഇന്റഗ്രൽ, അതുകൊണ്ടാണ് ഇവിടെ ഡി എന്ന് വരുന്നത്. ഡോ ബി ബൈ ഡോ ടി എന്നാണ് വരും. അപ്പോൾ ഇവിടെ ലൈൻ ഇന്റഗ്രൽ, ദിസ് ഇസ് ലൈൻ ഇന്റഗ്രൽ ആൻഡ് ദിസ് ഈസ് സർഫസ് ഇന്റഗ്രൽ. ദിസ് ഈസ് ദ ഇന്റഗ്രൽ ഫോം ഓഫ് ഫാരഡേസ് ലോ. നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഇന്റഗ്രൽ ഫോം ഓഫ് ഫാരഡേസ് ലോ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് എത്തിയത്. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള, നമ്മൾ ലോവർ ക്ലാസ്സസിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ, എപ്സിലോൺ ഈക്വൽ ടു മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി. അതിനകത്തുനിന്ന് നമ്മൾ ഈ ഒരു ഫോമിലേക്ക് വരികയാണ്. ദിസ് ഈസ് ദ ഇന്റഗ്രൽ ഫോം ഓഫ് ഫാരഡേസ് ലോ. Now we will see the differential form of Faraday's law. Faraday's law is a differential form. അതെങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുണ്ടല്ലോ, ദിസ് ലൈൻ ഇന്റഗ്രൽ, അതിനെ നമ്മൾ സർഫസ് ഇന്റഗ്രൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണം ബൈ യൂസിങ് ദ സ്റ്റോക്സ് തിയറം. സ്റ്റോക്സ് തിയറം ഉപയോഗിച്ചിട്ട് we are converting this line integral into surface integral. അപ്പോൾ നമുക്കറിയാലോ, ദിസ് ഈസ് ലൈൻ ഇന്റഗ്രൽ. അതിനെ നമുക്ക് ഇവിടെ ഇ ഡോട്ട് ഇ ആണ് അവിടെ വരുന്നത്, ഇ ഡോട്ട് ഡി എൽ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഡെൽ ക്രോസ് ചെയ്ത് എഴുതാം. അപ്പോൾ ഡെൽ ക്രോസ് ചെയ്ത് എഴുതി ഇന്റഗ്രൽ സർഫസ് ഡെൽ ക്രോസ് ഇ ഡോട്ട് ഡി എസ് അല്ലെങ്കിൽ ഡി എ. ഓക്കെ, ഇത് ഏരിയയുടെ എലിമെന്റ് ആണ്. അപ്പോൾ ഇന്റഗ്രൽ സർഫസ് ഡെൽ ക്രോസ് ഇ ഡി എ, ഓക്കെ, that is equal to minus of integral surface dou p by dou t dA. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഫാരഡേസ് ലോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മുടെ ഇലക്ട്രോഡൈനാമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഓക്കെ, ഇപ്പോൾ നമ്മൾ തന്നെ കഴിഞ്ഞ സെമ്മിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു 0 എന്ന് നമ്മൾ കണ്ടു അല്ലേ. ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു 0 എന്ന് കണ്ടു. എന്നിട്ട് നമ്മൾ പറഞ്ഞു അപ്പോൾ കേള് 0 ആണ്, ഇലക്ട്രിക് ഫീൽഡിന്റെ കേള് 0 ആണ്, ഡെൽ ക്രോസ് 0 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാന്ന് പറഞ്ഞു, ഇ ഈക്വൽ ടു മൈനസ് ഡെൽ ഫൈവ് എന്ന് എഴുതാമെന്ന് പറഞ്ഞു. Electric field equal to the negative gradient of the potential നമ്മൾ എഴുതാമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. ഇവിടെ നമുക്ക് കിട്ടുന്ന ഡെൽ ക്രോസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. അപ്പോൾ ഇത് ഒരു കൺസർവേറ്റീവ് ഫീൽഡ് അല്ല. ഈ ഇലക്ട്രിക് ഫീൽഡ് കൺസർവേറ്റീവ് അല്ല. കൺസർവേറ്റീവ് ആയിരുന്നെങ്കിൽ ദിസ് ഡെൽ ക്രോസ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, ഡെൽ ക്രോസ് 0 ആയിരിക്കും. പക്ഷേ ഇവിടെ ഡെൽ ക്രോസ് കൺസർവേറ്റീവ് അല്ല, 0 അല്ല. അതിൻ്റെ മീനിങ് എന്താണെങ്കിൽ electric field is not conservative. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൺസർവേറ്റീവ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. ഇതിന് നമ്മൾ പറയുന്നത് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഇതിന് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ദിസ് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്, ദിസ് ഈസ് നോട്ട് കൺസർവേറ്റീവ്. ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോട്ട് കൺസർവേറ്റീവ്. അതുകൊണ്ടാണ് എന്ത് നമുക്ക് കിട്ടാത്തത്, ഡെൽ ക്രോസ് ഈക്വൽ ടു 0 നമുക്ക് ഇവിടെ കിട്ടാത്തത്. അപ്പോൾ ഈ ഫീൽഡ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡായിട്ട് ഡിഫറെൻ്റ് ആണ്. വീണ്ടും
It's different from the electrostatic field that we saw in the last sem. Okay. The electric field that results from the variation of magnetic field is not a conservative field. Okay. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ കണ്ടു. എന്താണ് ഫാരഡേസ് ലോ കണ്ടു, ഇന്റഗ്രൽ ഫോം ഓഫ് ദ ഫാരഡേസ് ലോ കണ്ടു, അതുപോലെ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഫാരഡേസ് ലോ. ഇനി ഈ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡിനെ പറ്റിയിട്ട് കുറച്ചുകൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ കാണാനാണ്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയല്ലോ, നമ്മുടെ കയ്യിൽ പുതിയൊരു ഇക്വേഷൻ വന്നു. എന്താണ്? ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഓക്കെ, നമുക്ക് ഒരു പുതിയ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. നേരത്തെ നമ്മുടെ കയ്യിൽ ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു 0 എടുക്കുന്നുണ്ട്. അതെന്ത് ഫീൽഡിന്റെ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇത് എന്ത് തരം ഫീൽഡിന്റെ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഇ അല്ല ഇവിടുത്തെ ഇ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഫാരഡേസ് ലോ കിട്ടിക്കഴിഞ്ഞു. പിന്നെ ആംബിയേഴ്സ് ലോ പറയുന്നത് ഡെൽ ക്രോസ് ബി ഈക്വൽ ടു μ0 J എന്നാണ്. ഇത് നിങ്ങൾ ആംബിയർ ലോ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ സെമ്മില്. അത് ഡെൽ ക്രോസ് ബി ഈക്വൽ ടു ഇതൊന്നു μ0 I എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ല. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 I. അതിന്റെ ഇത് വേറെ ഫോമാണിത്. ആംബിയേഴ്സ് ലോന്റെ μ0 I എന്ന് പറയുന്നത് μ0 കറന്റ് എൻക്ലോസ്ഡ്. ഓക്കെ, μ0 കറന്റ് എൻക്ലോസ്ഡ് അല്ലേ. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് that is equal to μ0 I enclosed, μ0 current enclosed. അതിനകത്ത് നിന്നാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. ഡെൽ ക്രോസ് ബി ഈക്വൽ ടു μ0 J എന്നുള്ള ഇക്വേഷൻ വരുന്നത്. J എന്ന് പറയുന്നത് നമ്മളുടെ കറണ്ട് ഡെൻസിറ്റിയാണ്. J is the current density. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കമ്പയർ ചെയ്യാം. നമുക്ക് ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി, അതുപോലെ ഡെൽ ക്രോസ് ബി ഈക്വൽ ടു μ0 J. ഓക്കെ, ഇ എന്ന് പറയുന്നത് ഇവിടെ കൃത്യമായി വീണ്ടും പറയുന്നു ഇസ് എ പ്യുവർ ഫാരഡേ ഫീൽഡ്, ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ആണ്, എക്സ്ക്ലൂസീവ്ലി ഡ്യൂ ടു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഗോസ് ലോ എന്താ പറയുന്നത്? ഡെൽ ഡോട്ട് ടി ഈക്വൽ ടു 0 എന്നാണ്. അത് കറക്റ്റ് ആണോ? ഡെൽ ഡോട്ട് ടി ഈക്വൽ ടു 0 എന്നുള്ളത് ശരിയാണോ? ഡെൽ ഡോട്ട് ടി ഈക്വൽ ടു എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? ദിസ് ഈസ് ആക്ച്വലി ഗോസ് ലോ ആണ്, നമ്മുടെ ഗോസസ് ലോ. ഡെൽ ഡോട്ട് ടി ഈക്വൽ ടു നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? ചാർജ് എൻക്ലോസ്ഡ് ബൈ അല്ല, ഐ മീൻ ഫ്ലക്സ്. ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താ? ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് അല്ലെ. നമ്മൾ ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ്, ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ enclosed by epsilon 0. ഓക്കെ, പിന്നെ ഇത് നമ്മൾ ഡെൽ ഡോട്ട് ടി ഏതായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം അല്ലേ. നമ്മൾ അതിന്റെ കൺവേർഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് ഡെൽ ഡോട്ട് ടി ഈക്വൽ ടു എന്താ വരുന്നത്? ഡെൽ ഡോട്ട് ടി എന്ന് പറയുന്നത് റോ ബൈ എപ്സിലോൺ 0. റോ എന്ന് പറയുന്നത് ചാർജ് ഡെൻസിറ്റി. ഡെൽ ഡോട്ട് ടി ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. ഇവിടെ അത് ചാർജ് ഡെൻസിറ്റി, നമ്മളുടെ സ്റ്റാറ്റിക് ചാർജിന്റെ ഇതാണ്. ഇവിടെ നമ്മളുടെ കേസിൽ സ്റ്റാറ്റിക് ചാർജസ് ഒന്നും ഇല്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഉണ്ടായത്? ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഉണ്ടായത്. സ്റ്റാറ്റിക് ചാർജ്, ഇങ്ങനത്തെ ചാർജ് ഡെൻസിറ്റി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആയി. അപ്പോൾ നമുക്ക് എന്ത് വരും? ഡെൽ ഡോട്ട് ടി ഈക്വൽ ടു 0. So for the Faraday electric field അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ ഡെൽ ഡോട്ട് ഇ എന്ന് പറയുന്നത് 0 ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിൽ എപ്പോഴും ട്രൂ ആയിട്ടുള്ള ഇക്വേഷൻ ആണിത്. ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. ഓക്കെ, ഫോർ മാഗ്നറ്റിക് ഫീൽഡ് യു വിൽ ഓൾവേസ് ഗെറ്റ് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരിക്കും. അപ്പം നിങ്ങൾ കഴിഞ്ഞ സെമ്മില് നമ്മൾ കണ്ട ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡുകളും
അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒക്കെ ഇക്വേഷൻസ് നമുക്ക് ഇതിനകത്ത് വേണം. ഒക്കെ നമുക്ക് ഇതിനകത്ത് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മളിത് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 ഓൾവേസ് ഇറ്റ് ഈസ് ട്രൂ. ഡെൽ ഡോട്ട് ടി ഈക്വൽ ടു 0 എന്നുള്ളത് എപ്പോഴും ട്രൂ ആകുന്നത് ഓൺലി ഫോർ ഫാരഡേ ഫീൽഡ്. അല്ലെങ്കിൽ എന്താണ് ഡെൽ ഡോട്ട് ടി ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 ആണ് വരുന്നത്. അപ്പോൾ നമ്മളത് അടുത്ത ഇതിനകത്തോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ ഈ രണ്ട് ഇക്വേഷൻ കിട്ടുന്നു. പിന്നെന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഈ രണ്ട് ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഇത് തമ്മിൽ എന്തൊരു സിമിലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യാണ്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും ഈ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ നമുക്കൊരു സിമിലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യണം. രണ്ട് സിമിലർ ടൈപ്പ് ഇക്വേഷൻ ആണ് അല്ലേ. നമുക്ക് ഇവിടെ എന്താ വരുന്നത്, ഡെൽ ക്രോസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ആംബിയസ് ലോയിൽ എന്താ പറയുന്നത്, ഡെൽ ക്രോസ് ബി ഈക്വൽ ടു മ്യൂ 0 ജെ. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് ഡോ ബി ബൈ ഡോ ടി ആണെങ്കിൽ ഇവിടെ വരുന്നത് മ്യൂ 0 ജെ ആണ്. ഇവിടെ നോക്കൂ, ഡെൽ ഡോട്ട് ടി ഈക്വൽ ടു 0 ആണ്, ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇത് രണ്ടും സിമിലർ അല്ല, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇത് സിമിലർ ഇക്വേഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പറയാണ് the Faraday induced electric field are determined by minus dou B by dou T. അല്ലേ, അത് നമ്മൾ പറഞ്ഞു ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് മൈനസ് ഡോ ബി ബൈ ഡോ ടി ആണ്. സെയിം വേ ആസ് ദ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡ്സ് ആർ ഡിറ്റർമൈൻഡ് ബൈ മ്യൂ 0 ജെ. മ്യൂ 0 ജെ ബിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് പോലെ, മ്യൂ 0 ജെ ബിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് ബി ഈക്വൽ ടു മ്യൂ 0 ജെ എന്ന് കിട്ടുന്നത് പോലെ മൈനസ് ഡോ ബി ബൈ ഡോ ടി ആണ് ആര് ഡിറ്റർമൈൻ ചെയ്യുന്നത്, പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിൽ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്, ബി ഈക്വൽ ടു ബയോ-സാവാർട്ട് ലോ ആണ്, ബി ഈക്വൽ ടു മ്യൂ 0 ബൈ 4 പൈ ഇന്റഗ്രൽ ജെ ക്രോസ് ആർ ബൈ ആർ സ്ക്വയർ. ആക്ച്വലി ഇത് ഇതാണ് വരുന്നത്. ഓക്കെ, ജെ ക്രോസ് ആർ ബൈ യൂണിറ്റ് വെക്ടർ ആർ ആണ് ഇവിടെ വരിക, ബൈ ആർ സ്ക്വയർ ഡി ടോ. ഡി ടോ എന്ന് പറയുന്നത് വോളിയം. അപ്പോൾ ഇതൊരു വോളിയം ഇന്റഗ്രലാണ്, ഇത് കറണ്ട് ഡെൻസിറ്റി ആണ്. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. ഒന്നും കൂടി നിങ്ങൾ റീവിസിറ്റ് ചെയ്യാം, പഠിച്ച ഭാഗത്ത് റീവിസിറ്റ് ചെയ്യുക. ബയോ-സാവാർട്ട് ലോ എന്ന് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന് ഇങ്ങനെ എഴുതാം, 0 ബൈ 4 പൈ ഇന്റഗ്രൽ വോളിയം ജെ യൂണിറ്റ് വെക്ടർ ആർ ബൈ ആർ സ്ക്വയർ ഡി ടോ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇത് മാഗ്നറ്റിക് ഫീൽഡും കറണ്ട് ഡെൻസിറ്റിയും തമ്മിലുള്ള ആ ഒരു റിലേഷനാണ്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പൊ ഇത്രയും നമ്മൾ സിമിലാരിറ്റി കണ്ടുല്ലോ. ഓക്കെ, ഇവിടെ സിമിലാരിറ്റി നമ്മൾ ഇവിടെ കണ്ടുല്ലോ. ഇവിടെ ഡെൽ ക്രോസ് ഇ മൈനസ് ഡോ ബി ബൈ ഡോ ടി ആണ്, അതുപോലെ ഡെൽ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ മ്യൂ 0 ജെ ആണ്. ബിക്കാണ് നമ്മൾ ഇവിടെ ഇക്വേഷൻ എഴുതുന്നത്. നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡിന് ഒരു ഇക്വേഷൻ എഴുതാൻ പോവാണ്. എങ്ങനെയാണ്, ഇതിനകത്ത് ഈ മൈനസ് ഡോ ബി ബൈ ഡോ ടി എടുത്തിട്ട് മ്യൂ 0 ജെക്ക് പകരം വി ആർ ടേക്കിംഗ് മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ഈ മ്യൂ 0 ജെ, ഇവിടെ മ്യൂ 0 ഇവിടെ ജെ ഉണ്ട്, മ്യൂ 0 ജെ ഉണ്ട്. അതിന് പകരം എന്താ നമ്മൾ കൊടുക്കുന്നത്, വി ആർ ഗിവിങ് മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഓക്കെ, അപ്പൊ അതിന്റെ ലോജിക്കാണ്, അല്ലെങ്കിൽ അതിന്റെ പുറകില് ഉള്ള ആർഗ്യുമെന്റ് ആണ് നമ്മൾ പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ബിക്ക് പകരം ഇപ്പൊ നമ്മൾ എന്താ കൊടുക്കാൻ പോകുന്നത്, ബിക്ക് പകരം ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന് കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഈ മ്യൂ 0 ജെക്ക് പകരം എന്ത് കൊടുക്കണം, മൈനസ് ഡോ ബി ബൈ ഡോ ടി നമ്മൾ കൊടുക്കണം. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 1 ബൈ 4 പൈ ഡോ ബി ബൈ ഡോ ടി. ഇവിടെ ജെക്ക് പകരം മ്യൂ 0 ജെക്ക് പകരം എന്ത് കൊടുത്തു, മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്ന് കൊടുത്തു. ഇവിടെ യൂണിറ്റ് വെക്ടർ ആർ സ്ക്വയർ ഡി ടു. ഇങ്ങനൊരു ഇക്വേഷൻ നമ്മൾ എഴുതുന്നു. ഓക്കെ, ഇനി ഇത് നമ്മൾ ഈ ഡോ ബൈ ഡോ ടി പുറത്തെടുക്കുകയാണ്. മൈനസ് ഡോ ബൈ ഡോ, ഇവിടെ ഡോ ബൈ ഡോ ടി നമ്മൾ പുറത്തെടുക്കുന്നു. ബിക്കോസ് ഇത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ലൂപ്പാണ്, അല്ലെങ്കിൽ ആ വോളിയം ആണെന്നുള്ളതൊക്കെ നമ്മൾ അസ്യൂം ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ മൈനസ് ഡോ ബൈ ഡോ ടി 1 ബൈ 4 പൈ ബി ക്രോസ് ആർ ബൈ ആർ സ്ക്വയർ ഡി ടോ. ഈ ക്വാണ്ടിറ്റി
This quantity is vector potential. ഇതും നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. വെക്റ്റർ പൊട്ടൻഷ്യൽ മാഗ്നറ്റിക് ഫീൽഡായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് വെക്റ്റർ പൊട്ടൻഷ്യൽ. ഇത് നമ്മളുടെ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ഇത് വെക്റ്റർ പൊട്ടൻഷ്യലിന്റെ ഭാഗമാണ്. ദിസ് ഇസ് ആക്ച്വലി വെക്റ്റർ പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇതിന് പകരം എന്ത് കൊടുക്കാം? എ എന്ന് കൊടുക്കാം. ഇ ഈക്വൽ ടു മൈനസ് ഡോ എ ബൈ ഡോ ടി വരെയാണ്. ഓക്കെ, ദിസ് ഈസ് വെക്റ്റർ പൊട്ടൻഷ്യൽ. അപ്പോൾ നമുക്ക് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടി. ബി ഇ ഈക്വൽ ടു മൈനസ് ഡോ എ ബൈ ഡോ ടി. ഓക്കെ, വേറെ എ ഈസ് ദ വെക്റ്റർ പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മൾ ഇതിന്റെ ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ എ ബൈ ഡോ ടി നമുക്ക് കിട്ടിയല്ലോ. ഇ ഈക്വൽ ടു മൈനസ് ഡോ എ ബൈ ഡോ ടി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡെൽ ക്രോസി എടുത്ത് നോക്കാം എന്താ കിട്ടുന്നതെന്ന് അറിയാനായിട്ട്. നമ്മൾ ഡെൽ ക്രോസി എടുക്കുന്നു. ഡെൽ ക്രോസി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മൈനസ് ഡോ ബൈ ഡോ ടി ഡെൽ ക്രോസി വരും. ഓക്കെ, ഇവിടെ കണ്ടോ, വി ആർ ജസ്റ്റ് ടേക്കിംഗ് ഡെൽ ക്രോസി. ഇവിടെ ഡെൽ ക്രോസി വരും. ഡെൽ ക്രോസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആണ്. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ സെമ്മില് പഠിച്ചിട്ടുണ്ടായിരിക്കുന്നതാണ്. മാഗ്നറ്റിക് സ്റ്റാറ്റിക്സിന്റെ ആ ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഡെൽ ക്രോസ് എ എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ ഡെൽ ക്രോസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ മൈനസ് ഡോ ബി ഡോ ടി എന്ന് വരും, വിച്ച് ഈസ് ദ ഫാരഡേസ് ലോ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ കറക്റ്റ് അല്ലേ? ഡെൽ ക്രോസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ഡോ ടി എന്ന് നമുക്ക് കിട്ടി. ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഫാരഡേസ് ലോ. അപ്പോൾ അതിന്റെ മീനിങ് എന്താ? മീനിങ് എന്താണെങ്കിൽ ഈ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് അർത്ഥം. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഇ ഈക്വൽ ടു മൈനസ് ഡോ എ ബൈ ഡോ ടി എന്നുള്ള ഇക്വേഷൻ കറക്റ്റ് ആണ്. അത് ഇവിടുന്ന് കിട്ടിയത് നമ്മൾ ബയോ സാവാർട്സ് ലോ അല്ലെ മ്യൂ സീറോ ജെന് പകരം എന്ത് കൊടുത്തു? മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്ന് കൊടുത്തിട്ട് അങ്ങനെയാണ് നമുക്കത് കിട്ടിയത്. അപ്പൊ അത് എന്നിട്ട് നമുക്ക് തിരിച്ച് തന്നെ കിട്ടുന്നുണ്ട്, ഫാരഡേസ് ലോ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എഴുതാം, ഡെൽ ക്രോസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി കിട്ടുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാണ്? ഇത് കറക്റ്റ് ആണ്. ഈക്വൽ ടു മൈനസ് ഡോ എ ബൈ ഡോ ടി. ഓക്കെ, ഈക്വൽ ടു മൈനസ് ഡോ എ ബൈ ഡോ ടി കറക്റ്റ് ആണെന്ന് നമുക്ക് കിട്ടണം. പിന്നെ നമുക്കിതാ ഇവിടെ നമ്മൾ ഡെൽ ക്രോസി ഇങ്ങനെ എടുത്തുല്ലോ. അപ്പോ ഇവിടെ ഡെൽ ക്രോസി എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽ ക്രോസ് മൈനസ് ഡോ എ ബൈ ഡോ ടി. അപ്പൊ നമ്മളിത് ഈ പാർട്ടിനെ നമ്മൾ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകാം. ഇതിനെ നമ്മൾ ലെഫ്റ്റിലോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ഡെൽ ക്രോസ് ഇ പ്ലസ് ഡോ എ ബൈ ഡോ ടി എന്ന് എഴുതാലോ. ഈ മൈനസ് എന്നുള്ളത് ഇവിടെ വരുമ്പോൾ പ്ലസ് ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ എന്ന് എഴുതാലോ. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ഇക്വേഷൻസ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഡെൽ ക്രോസ് ഇ പ്ലസ് ഡോ എ ബൈ ഡോ ടി ഈക്വൽ ടു സീറോ എന്ന് കിട്ടിയല്ലോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ ഈ ഇതിന്റെ കേള് സീറോ ആണെന്ന് നമുക്ക് കിട്ടിയില്ലേ? ഈ എന്താ പറയുന്ന ഇ പ്ലസ് ഡോ എ ബൈ ഡോ ടിയുടെ കേൾ എടുക്കുമ്പോൾ സീറോ എന്ന് കിട്ടി. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ എഴുതാം? നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ ആയിട്ട് എഴുതാലോ. ഒരു ക്വാണ്ടിറ്റിയിലെ കേള് സീറോ ആണെങ്കിൽ, ഓക്കെ, ഒരു ക്വാണ്ടിറ്റിയിൽ കേള് സീറോ ആണെങ്കിൽ, വെക്ടർ ക്വാണ്ടിറ്റിയിൽ കേള് സീറോ ആണെങ്കിൽ that quantity can be written as negative gradient of a scalar quantity. The scalar function ഇതായിട്ട് നമുക്ക് എഴുതാലോ. അതാണല്ലോ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലൊക്കെ നമ്മൾ കണ്ടത്. അവിടെ ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു സീറോ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇ എന്നുള്ളത് മൈനസ് ഡെൽ ഫൈവ് എന്നല്ല എഴുതിയത് അല്ലെ? നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് സ്കാലാർ ഫംഗ്ഷൻ പൊട്ടൻഷ്യൽ നമ്മൾ എഴുതിയല്ലോ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എഴുതാണ് ഇ പ്ലസ് ഡോ എ ബൈ ഡോ ടി that is equal to minus del v, where v is a scalar function. Okay, because ഇവിടുത്തെ ഇത് കേള് സീറോ ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയാം? ഇ എന്നുള്ളത് എന്ത് എഴുതാം? നമുക്ക് ഇ is equal to minus ഇ പ്ലസ് ഡോ എ ബൈ ഡോ ടി ഈക്വൽ ടു മൈനസ് ഡെൽ വി, ഇ ഈക്വൽ ടു മൈനസ് ഡെൽ വി മൈനസ് ഡോ എ ബൈ ഡോ ടി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇതൊരു കുറച്ചും കൂടി ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇതാണ് ഇ ഈക്വൽ ടു മൈനസ് ഡെൽ വി മൈനസ് ഡോ എ ബൈ ഡോ ടി. ഈ വി എന്ന് പറയുന്നത് ആക്ച്വലി അതിന്റെ സ്റ്റാറ്റിക് കോമ്പണന്റ് കൊണ്ട് വരുന്നതാണ്. ഓക്കെ, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അതുകൊണ്ട് ഉള്ള ഒരു ടേമാണ് മൈനസ് ഡെൽ വി എന്നുള്ളത്. ആ കോമ്പണന്റ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് സീറോ ആയിട്ട് പോകും. ഓക്കെ, സ്റ്റാറ്റിക് കോമ്പണന്റ് ഇല്ലെങ്കിൽ അത് സീറോ ആയിട്ട് പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇ ഈക്വൽ ടു
minus dou A by dou T due to the dynamic component. Dynamic component എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, the magnetic field, the electric field due to the change in magnetic field. അതുകൊണ്ട് ഉണ്ടാവുന്ന E equal to minus dou A by dou T ആണ്. ഇനി അവിടെ സ്റ്റാറ്റിക് കോമ്പണന്റും വരുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജസ് അവിടെ ഉണ്ട്, സ്റ്റാറ്റിക് ആയിട്ടുള്ള ചാർജസ് ഉണ്ട്. അതുകൊണ്ട് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് അതും കൂടി വരുമ്പോൾ അവിടെ മൈനസ് ഡെൽ വി എന്നുള്ള ടൈം കൂടി ഇതിനകത്ത് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി മൈനസ് ഡോ എ ബൈ ഡോ ടി ആൻഡ് ദിസ് ഈസ് എ ജനറൽ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ എത്താണ്. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് മൈനസ് d5 by dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആണ്. പിന്നെ അതിനകത്തുനിന്ന് അതിൻ്റെ ഇന്റഗ്രൽ ഫോം നമ്മൾ കണ്ടു, ഇന്റഗ്രൽ ഫോം ഓഫ് ഫാരഡേസ് ലോ നമ്മൾ കണ്ടു. ദിസ് ഈസ് ദ ഇന്റഗ്രൽ ഫോം ഓഫ് ഫാരഡേസ് ലോ. അതിനകത്തുനിന്ന് നമുക്ക് ഡിഫറൻഷ്യൽ ഫോമിലേക്ക് നമ്മൾ പോയി, ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഫാരഡേസ് ലോ നമ്മൾ പോയി. ഓക്കെ, പിന്നെ നമുക്ക് അതിനെ നമ്മൾ വെക്റ്റർ പൊട്ടൻഷ്യൽ വെക്റ്റർ പൊട്ടൻഷ്യൽ ആയിട്ട് നമ്മൾ അതിനെ റിലേറ്റ് ചെയ്തു. റിലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ, കംപ്ലീറ്റ് ഇക്വേഷൻ എന്തായിരുന്നു, യെസ്, E ഈക്വൽ ടു മൈനസ് ഡോ എ ബൈ ഡോ ടി. ഓക്കെ, അത് വെക്റ്റർ പൊട്ടൻഷ്യൽ, അതായിട്ട് നമ്മൾ ഇതിനെ റിലേറ്റ് ചെയ്തു. പിന്നെ നമുക്ക് കുറച്ച് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി, E ഈക്വൽ ടു മൈനസ് ഡെൽ വി മൈനസ് ഡോ എ ബൈ ഡോ ടി. Okay.